2 ദിവസം മുമ്പ് എൻ്റെ അടുക്കൽ ഒരു ഫാമിലി വന്നു. ആ ഫാമിലി വീട് വിട്ടിറങ്ങി 110 ദിവസമായി ഇന്നത്തേക്ക്. ഒരു ഫാമിലി വീട് വിട്ടിറങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ മകളും ആ മകളുടെ 3 മക്കളും വാപ്പയും ഉമ്മയും ഒരു ആങ്ങളയും 110 ദിവസമായി. എന്താണ് കാരണം? ഈ 3 മക്കളും അവരുടെ ഉമ്മയും ആ ഉമ്മയുടെ ഉപ്പയും ഉമ്മയും എല്ലാവരും ഇങ്ങനെ കറങ്ങാണ് 110 ദിവസമായിട്ട്. ഏതോ ഒരു ആളടക്കൽ പോയി എന്തോ ഒരു ചെറിയ അസുഖമായി ബന്ധപ്പെട്ടപ്പോൾ ചികിത്സയാണെന്നും പറഞ്ഞ്, രോഗത്തിന് മരുന്നാണെന്നും പറഞ്ഞ് സ്വന്തം ഭർത്താവിനെയും 3 മക്കളെയും അനാഥയാക്കി. ഭർത്താവൊന്നും വേണ്ട, അള്ളാനെ ഓർത്ത് ജീവിക്കുക. ഇന്നിപ്പോൾ ത്വരീക്കത്തും എല്ലാ മണ്ണാങ്കട്ടിയും ഇന്ന് കൂടുതലാണ്. ഇന്ന് 5 വക്ത് നിസ്കരിച്ചു ആറ്റല്ലേ, എല്ലാ സാധനം ഒന്നുണ്ട്. ഇന്ന് 5 വക്ത് നിസ്കരിച്ച് അള്ളാഹുവിനെ പേടിച്ച് നടക്കാൻ എനിക്കും നിങ്ങൾക്കും നേരമില്ല. ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഞാൻ നിങ്ങളൊക്കെ റെഡിയാണ്, എല്ലാ സ്ഥലങ്ങളും റെഡിയാണ്. അങ്ങനെ ഏതോ ഒരു ഫുലാൻ്റെ അടുത്ത് എത്തി. അവരുടെ മരുന്നാണ്, അയാൾ കൊടുത്ത മരുന്നാണ് ഭർത്താവിനെ ഒഴിവാക്കണം. 3 മക്കള് ഒക്കെ ആയി. എന്നിട്ടോ ഒഴിവാക്കാൻ പഠിപ്പിച്ചു കൊടുത്തതാണ്, അത് കൊല്ല് ചെയ്താൽ മതി. കൊല്ല്. ഞാൻ എന്താ പറയ കൊല്ല്? ഞാൻ സത്യത്തിൽ എനിക്കിത് തിരിഞ്ഞില്ല. പിന്നെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഹുൽ എന്നാണ് പറയണത്, കൊല്ല് എന്ന്. ഹുല് എന്നുള്ളതിന് കൊല്ല് എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ ചികിത്സിച്ച അങ്ങനെ ഉണ്ടാവും. റോട്ട് പിന്നെ പാടത്ത് പണിയെടുക്കണ മയമാക്ക ഓപ്പറേഷത്തിന് പോയാൽ അങ്ങനെ ഉണ്ടാവും, അതേ മോഡലുണ്ടാവും. പാടത്ത് പണിയെടുക്കണ മയമാക്ക ഓപ്പറേഷത്തിന് പോയാൽ അങ്ങനെ ഉണ്ടാവും, ഇതേ രൂപത്തിലാണ്. അപ്പം ഹുല് എന്നുള്ള ഈ പദം പോലും പറയാൻ കിട്ടാത്ത ഇവനാണ് ചികിത്സ നടത്തുന്നത്. എന്നിട്ട് അതിന് പറയാണ്, പേരാണ് കൊല്ല് കൊല്ല് കൊല്ല്. ഞാൻ കരുതി റബ്ബേ എന്താ ഈ പറയണത്? കുറേ നേരം ഞാൻ ആലോചിച്ച അവസാനാണ് അത് ഹുല് എന്നുള്ളതാണ് കൊല്ല് എന്ന് പറയണത്. ഇരിക്കട്ടെ, അങ്ങനെ ആ ഒരു കുടുംബം അനാഥയായി. ഈ പെൺകുട്ടിയെ കൊണ്ട് അള്ളാഹുവിനെ ഇവൻ പറയാണ്, ഈ ഹുലിന് കൊല്ല് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഫുലാൻ ഓനാണ് പിന്നെ അള്ളാഹുവിനെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കി കൊടുത്തതെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അള്ളാഹിനെ പറ്റി ബോധം ഉണ്ടാക്കി കൊടുത്തത് ഈ പെൺകുട്ടിയാണ്, ഇവനാത്ര. ഇവൻ ബോധം ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാവും, ഇവന്റെ ബോധം അങ്ങനെ ഉണ്ടാവും. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഇന്റെ അടുത്തേക്ക് എത്തി. ഏതായാലും കേസ് കറങ്ങി എത്തി. ഞാൻ ഇന്റെ അടുത്തേക്ക് എത്തിയ പിന്നെ വേഗം എനിക്ക് കോയമുട്ടിയും തകിടൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, അല്ലാതെ തന്നെ ഞാനത് ശരിയാക്കും. അങ്ങനെ 2 ദിവസം മുമ്പ് വന്ന് പറഞ്ഞ്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി വാപ്പയെയും ഉമ്മയെയും വീട്ടിലേക്ക് അടുപ്പിക്കാൻ അയക്കൂല, ഒളറ്റക്ക് ജീവിക്കണം. വാപ്പയും ഉമ്മയും വരുമ്പോൾ ഡ്രസ്സ് മുഴുവൻ വലിച്ചെറിയാം, ബാപ്പൻ്റെ ഉമ്മൻ്റെ ഡ്രസ്സ് വലിച്ചെറിയാം. എന്തൊരു അദാബ്! അപ്പൊ ഞാൻ പറഞ്ഞു, കുറെ ഉപദേശിച്ചിട്ട് പറഞ്ഞു, ആദ്യം ഈ വാപ്പൻ്റെ കാലും ഉമ്മൻ്റെ കാലും പിടിച്ച് പൊരുത്തപ്പിടിക്കുക. അപ്പൊ ഈ കുട്ടി 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞ്, അത് ഒന്ന് ആലോചിച്ച് നോക്കണം, ബാപ്പൻ്റെ ഉമ്മൻ്റെയും കാല് പിടിക്കാൻ ആലോചിക്കണം. ചിലവരൊക്കെ മസ്ലഹത്ത് എന്ന് പറയാറുണ്ട്. വാപ്പനെയും ഉമ്മനെ ഏറ്റവും മകൻ എന്ത് മസ്ലഹത്താ? മകൻ താഴെ വാപ്പ മുകളിൽ, അതന്നെ മസ്ലഹത്ത്. മസ്ലഹത്ത് എന്ന് പറയുന്ന ഒരു പദം തന്നെ അവിടെ ഇല്ല. മസ്ലഹത്ത് എന്നുള്ള പദം വേറുള്ള ആളുകൾക്കാണ്.
വാപ്പനേറ്റും ഉമ്മനേറ്റും മക്കള് പിണങ്ങുക എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അതിന് എന്തെന്നാണെങ്കിലും ശരി എന്ത് ചെയ്യണം? വാപ്പ മുകളില്, മക്കള് താഴെ. ഇതന്നെയാണ് അതിന്റെ മസലത്ത്. അങ്ങനെ ഈ സഹോദരിമാരോടൊക്കെയാണ് എനിക്കിതിന് പറയാനുള്ളത്. എല്ലാ മണ്ണാങ്കട്ടിയിലും പോയിട്ട് ഒരു ജാലം, ഏതെങ്കിലും ഒരു ഓൺലൈനോ ഏതെങ്കിലും ഒരു യൂട്യൂബോ കണ്ടാൽ അതിൻ്റെ വെയ്ത്താലെ പിന്നെ പണി. നല്ല സുഖം. എല്ലാത്തിലും കൂടുതൽ എല്ലാത്തിലും പോയി പെടല് ഇവരാണ്. ഇത്ര വലിയ സാധുക്കൾ വേറുമില്ല. അതുകൊണ്ട് തന്നെ മുതൽ ഒരുക്കുമ്പോൾ നിങ്ങൾക്ക് പകുതി തരാൻ പഠിച്ചോൻ പറഞ്ഞേക്കാൻ അന്തംകമ്മികളാണെന്ന് നമുക്ക് അറിയാം. മുതൽ ഒരുക്കുമ്പോൾ നിങ്ങൾക്ക് കച്ചറുണ്ടാക്കാൻ വന്നിട്ട് കാര്യമില്ല. നിങ്ങളെ സഹോദരന് 1 ഏക്കർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 1/2 ഏക്കറുള്ളൂ. കാരണം എന്താ? ലിദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസൈൻ. ഇത് ഖുർആനിലുള്ളതാണ്. പെണ്ണിനെക്കാട്ടിലും ഇരട്ടിയുണ്ട്. എന്തുകൊണ്ട്? മുതൽ കൈകാര്യം ചെയ്യാൻ അവരെ കൊണ്ട് കഴിയൂല. അവരോട് 2 വട്ടം ചിരിച്ചാൽ 100 റുപ്യ കൊടുക്കും. വാട്സപ്പ് വിട്ടാലോ 1000 കൊടുക്കും. പിന്നെ അവർക്കൊരു അൽഫാം വാങ്ങി കൊടുത്താലോ 10,000 അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. റെഡിയായി. അൽഫാമിനാകെ 150 റുപ്യ ഉണ്ടാവുള്ളൂ. അതിന് 10,000 ഇങ്ങോട്ട് കൊടുക്കും. ഇങ്ങനത്തെ നമ്മളെ സഹോദരിമാരാണ് ഈ മറന്റെ അപ്പുറത്തിരിക്കണോല്. ഇവിടെ പുഴകളില്ല, ഇവിടെ ഉണ്ട്. എവിടെ ചെന്നാലും പ്രവർത്തകന്മാർ പറയും ആളൊന്നുമില്ല, പെണ്ണുങ്ങൾ നല്ലോണം ഉണ്ട് പറയും. അതുകൊണ്ട് ഇനിയെങ്കിലും ഏതെങ്കിലും ഓൺലൈനോ ഏതെങ്കിലും യൂട്യൂബിലോ അതിൻ്റെ വേത്താല കൂടിയിട്ട് പിന്നെ അതിൻ്റെ ആളുകളായി മാറിയിട്ട് പിന്നെ അവസാനം നിങ്ങളെ ഭർത്താവിനെ ഒഴിവാക്കേണ്ട രൂപത്തിലുള്ള ഒരു ഓൺലൈൻ ആവാൻ പാടില്ല. ഇപ്പൊ ചില പെണ്ണുങ്ങളൊക്കെ ഓൺലൈനിൽ ദിക്റെല്ലാം കുത്തറിഞ്ഞിട്ട്, ഹദ്ദാദെല്ലാം കുത്തറിഞ്ഞ്, തബാറക്കെല്ലാം കുത്തറിഞ്ഞിട്ട് പിന്നെ ഭർത്താവിനെ വേണ്ട. ഭർത്താവ് വെള്ളം ചോദിച്ചാൽ മാണെങ്കിൽ എടുത്ത് കുടിച്ചോളി, ഞാൻ ഇപ്പോൾ ഇവിടെ ഹദ്ദാദില്ല. എടി ഗുളിക കുടിച്ചാൽ കുറച്ച് താൻ്റെ വെള്ളം കൊണ്ടാ പഞ്ചസാര ഇടാതെ ആക്കണ അവിടെ ഫ്ലാസ്കിൽ ചുടുവെള്ളം, അപ്പുറത്താക്കണ പഞ്ചസാര ഉണ്ടാക്കി കുടിച്ചോളി, ഞാൻ തബാറക്ക കയ്യാതെ നീച്ചൂല വിടുന്നു. എന്തത്ത് തബാറക്ക? എന്ത്? സ്വന്തം ഭർത്താവിന്റെ വാപ്പ മരണപ്പെട്ടാൽ ഭർത്താവ് പറയാണ് ഈ എൻ്റെ വാപ്പന്റെ കാണാൻ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാര്യമാർക്ക് പോകാൻ പറ്റൂല. ഈ ഭർത്താവ് ഇത്രയും നിയമങ്ങളുള്ള ഒരു ഭാര്യയാണ് ഭർത്താവിനോട് പറയുന്നത് വെള്ളമെടുത്ത് കുടിച്ചോളിയും. ഗൾഫിലുള്ള പെണ്ണുങ്ങളുണ്ട് അങ്ങനെ. ഗൾഫിലുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ഓല് പിന്നെ ചോദിക്കലാണ് യാ മുഹമ്മദ് ആത്മോയ, മുഹമ്മദ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത. നമ്മളോടെങ്ങാനും ഈ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾ യാ മുഹമ്മദ് എന്ന് വിളിച്ചതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ തന്നെ 2:45 നിൽക്കണ കാലി അവിടെ ഫിറ്റ് ചെയ്യണം നിർത്തിയിരിക്കുക. അപ്പൊ യാ മുഹമ്മദ് എന്ന് വിളിക്കട്ടെ അവര്. എന്നാൽ അതുകൊണ്ട് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് ഹദ്ദാദ് ചെല്ലുകയാണെങ്കിലും, ഏത് തബാറക്കോതാണെങ്കിലും, ഏത് താജു സ്വലാത്ത് ചെല്ലുകയാണെങ്കിലും, സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലുകയാണെങ്കിലും ഒക്കെ നല്ല തന്നെയാണ്. പക്ഷേ നിങ്ങളെ ഭർത്താവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം. എത്ര ആളുകളുണ്ടായിരുന്നു നമ്മോട് പരാതി പറഞ്ഞത്, ഇവളെ ഞാൻ ഉസ്താദ് ഒഴിവാക്കി, ഇവള് കിടക്കാൻ വരുന്നില്ല, ഇവള് ഈ വയല് കേട്ടിരിക്കുകയാണ്, ഈ ഓൺലൈനിലാണുള്ളത്, ഇവള് വയല് കേട്ട് നിന്നിട്ട് എന്തിനു വരുന്നില്ല, ഇവള് ഉറങ്ങാൻ വരുന്നില്ല എന്ന് പറയുന്ന എത്ര ആണുങ്ങളുണ്ട് നമ്മളോട്. സുബ്ഹാനല്ലാഹ്. ഒരിക്കലും ഇസ്ലാം അതിന് കൽപ്പിക്കുന്നില്ല. നിങ്ങൾ ഏത് ഓൺലൈൻ ആയാലും പാടില്ല. ഇങ്ങനെ ഒരു ഓൺലൈനിൽ പെട്ടിട്ട് തന്നെയാണ് ഈ പെണ്ണ് ഏതോ ഒരാളെ കൂടി സുബ്ഹാനല്ലാഹ് ഓനായി വലിയ ഷെയ്ഖ്, പിന്നെ വേറെ ആരും ഷെയ്ഖന്മാരല്ല. എങ്ങനെയുണ്ട്? ഇതാണ്. അതിന് ഇബ്രാഹിം ബാദിഷനെ പറയണം, എനിക്ക് ഇബ്രാഹിം ബാദിഷ ആദറാവും എന്നൊക്കെ പറയും. ഇബ്രാഹിം ബാദിഷന്റെ ആദറായുണ്ട് അവനെ. അങ്ങനെ ചുരുക്കി പറയട്ടെ, 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു പൊരുത്തപ്പെടിക്കാൻ പറഞ്ഞപ്പോ നോ, ആലോചിച്ച് നോക്കട്ടെ എന്ന്. എനിക്കതും കേട്ട് കേട്ടപ്പോൾ ഇതിന് പ്രഷർ ഇളകി. കാരണം ബാപ്പനോടും ഉമ്മനോട് പൊരുത്തപ്പെടിക്കാൻ പറഞ്ഞു ആലോചിച്ചിട്ട് ഇനി ആരോടാ ആലോചിക്കണേ. അങ്ങനെ ആലോചിക്കാൻ വിട്ടു 2 ദിവസം. ആ 2 ദിവസമായിരുന്നു ഇന്ന് ലൈവാ പറയണേ. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ രാത്രി പരിപാടി കഴിഞ്ഞ് കൊല്ലത്ത് പാരിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലത്തെ പരിപാടി ഉള്ളത്.
ആ കൊല്ലം പാരിപ്പള്ളി പരിപാടി കഴിഞ്ഞ് 101 കോടി സ്വലാത്ത് സമർപ്പണത്തിൻ്റെ മജ്‌ലിസ് കഴിഞ്ഞ് ഞാൻ രാവിലെ പുലർച്ചെ 5 മണിക്ക് തിരൂർ റെയിൽവേയിൽ ഇറങ്ങി വീട്ടിലേക്ക് എത്തി. അങ്ങനെ വീട്ടിലെത്തിക്കാൻ തന്നെ ഞാൻ അവരോട് പറഞ്ഞ 2 ദിവസം കഴിഞ്ഞ ദിവസമാണിത്. ഒരല്പനേരം ഉറങ്ങണമെന്ന് കരുതി. പക്ഷേ അവരെത്തി ഒരു 8 മണിയാകും. 8 മണിക്ക് ഈ കുടുംബത്തിനായിട്ട് ഇരുന്നിട്ട് 11:30 മണിക്കാണ് ഞാൻ നീച്ചത്. 11:30 മണിക്ക് ഇന്ന് ഇങ്ങോട്ട് പോരണം. ഇത് കഴിഞ്ഞ് നാളെ ദുബായിലാണ് പരിപാടി ഉള്ളത്. നാളെ ദുബായിലേക്ക് പോകണം. അതിൻ്റെ ഇടയ്ക്ക് നാളെ വേറെ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് ദുബായിലെ പരിപാടി കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് മറ്റന്നാളെ രാവിലെ രാത്രി അവിടുന്ന് 3 മണിയോടെ ഇൻഡിക്കോക്ക് കയറി 8:45 ഇവിടെ ഇറങ്ങി 11 മണിയാകുമ്പോഴത്തേന് ഷൊർണൂരിലെത്തണം. രാത്രി ചാവക്കാട് എത്തണം. ഇതാണ് നമ്മളെ അവസ്ഥയുള്ളത്. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഇന്ന് ഇരുന്ന് അൽഹംദുലില്ലാഹ് എൻ്റെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണെന്ന്. കാരണം അത്രയും നേരെ ഇരുന്ന് ഈ പെണ്ണിനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അൽഹംദുലില്ലാഹ് പെണ്ണ് അവസാനം പറഞ്ഞു ഇവൻ മഹാ തട്ടിപ്പാണെന്ന്. അൽഹംദുലില്ലാഹ് ഉസ്താദെ എനിക്കിപ്പോൾ ബോധ്യപ്പെട്ട് എന്ന് പറഞ്ഞ് ഇമ്മനോടും ബാപ്പനോടും പൊട്ടിക്കരഞ്ഞ് ഏകദേശം 5 മിനിറ്റ് നേരം ഇവര് പിന്നെ പൊട്ടിക്കരഞ്ഞിട്ട് ബാപ്പാനെയും വിടണില്ല അമ്മനെയും വിടണില്ല. ബാപ്പാനെയും വിടില്ല അമ്മനെയും വിടില്ല. അങ്ങനെ എല്ലാം റാഹത്തായി ഇൻഷാ അല്ലാഹ് 110 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് ഇൻഷാ അല്ലാഹ് രാത്രി ആകുമ്പോൾ ഇപ്പോൾ പൊരയിലെത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ കണ്ട ഓൺലൈൻ്റെ പിന്നാലെയും ഏതെങ്കിലും ഒരാള് 4 മോതിരം ഒരു പച്ചക്കുപ്പായം ഇട്ടുകെട്ട് വന്ന ഔലിയായി.